DC മോട്ടോറിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്ന ഒരു സിമ്പിൾ സംവിധാനത്തിന്റെ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട പലരും ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു DC മോട്ടോറിനെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ മുന്നോട്ടും പിന്നോട്ടും തിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ടോയ് കാറുകളും ബൈക്കുകളുമെല്ലാം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള കിറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമെങ്കിലും അവയെല്ലാം വളരെ വിലക്കൂടുതലായിരിക്കും. അങ്ങനെ വലിയ മുതൽ മുടക്കില്ലാതെ നിസ്സാര ചെലവിൽ ഇത്തരത്തിലുള്ള ബൈക്കുകളും കാറുകളും എല്ലാം നിർമ്മിക്കുവാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്വിച്ചാണ്. ഈ സ്വിച്ചിൽ നിങ്ങൾക്കിവിടെ കാണാം, ആകെ 6 പിന്നുകളാണുള്ളത്. ഈ ഒറ്റ സ്വിച്ചിനകത്ത് തന്നെ 2 2-വേ സ്വിച്ചുകളാണുള്ളത്. ഈ സ്വിച്ചിനെ DP/DT സ്വിച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പല വലിപ്പത്തിലുള്ളതും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലിപ്പത്തിലുള്ള സ്വിച്ച് വാങ്ങിയാൽ മതി. ഇതിൻ്റെ ഒരു സൈഡിലുള്ള 3 പിന്നുകൾ ഒരു 2-വേ സ്വിച്ചും മറുഭാഗത്തുള്ള 3 പിന്നുകൾ മറ്റൊരു 2-വേ സ്വിച്ചുമാണ്. ഇതിൻ്റെ നടുവിലുള്ള പിന്നാണ് ഇതിൻ്റെ കോമൺ കണക്ഷനായിട്ട് വരുന്നത്. DC മോട്ടോറിനെ ഫോർവേഡും റിവേഴ്സും ചലിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സ്വിച്ച് മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ പിന്നുകൾ തമ്മിൽ പ്രത്യേക രീതിയിൽ കണക്ട് ചെയ്താലാണ് നമുക്കങ്ങനെ സാധ്യമാവുക. അതിനുവേണ്ടി ഞാനിവിടെ 2 വയർ പീസ് എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഞാൻ കാണിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വിച്ചിൻ്റെ നടുവിലുള്ള കോമൺ കണക്ഷനുകൾ സ്വിച്ച് ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് ആ സൈഡിലുള്ള പിന്നുകളുമായിട്ടാണ് കണക്ഷൻ ഉണ്ടായിരിക്കുക. ഇപ്പോൾ സ്വിച്ച് മുകളിലേക്കാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നടുവിലെ പിന്നും മുകളിലെ 2 പിന്നുകളും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്. സ്വിച്ച് താഴേക്കാക്കി കഴിഞ്ഞാൽ നടുവിലെ പിന്നും താഴെയുള്ള പിന്നുകളുമായിട്ടാണ് കണക്ഷൻ ഉണ്ടായിരിക്കുക. 2 സൈഡിലുള്ള സ്വിച്ചുകളും വേറെ വേറെയാണ് കണക്ഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷനുകൾ കൊടുക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന റെഡ് വയറിൻ്റെ പീസ് സോൾഡർ ചെയ്യാൻ പോകുന്നത് ഈ സ്വിച്ചിൻ്റെ വലത് ഭാഗത്തുള്ള മുകളിലുള്ള പിന്നും പിന്നെ നമ്മൾ അതിൻ്റെ മറുഭാഗം സോൾഡർ ചെയ്യാൻ പോകുന്നത് സ്വിച്ചിൻ്റെ ഇടത് ഭാഗത്തുള്ള താഴെയുള്ള പിന്നിലേക്കുമാണ്. അതായത് നേരെ ക്രോസ് ആയിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് വയറിൻ്റെ പീസ് എടുത്തിട്ട് അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്രോസ് കണക്ഷൻ കൂടി കൊടുക്കണം. അതായത് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു കണക്ഷനിൽ നിന്ന് താഴെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കണക്ഷനിലേക്ക് ഇതുപോലെ വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് വയറും റെഡ് വയറും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ സ്വിച്ചിൻ്റെ മുകളിലുള്ള 2 പിന്നുകളും താഴെയുള്ള 2 പിന്നുകളും ഇതുപോലെ ക്രോസ് ആയിട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ആകെ ബാക്കിയുള്ളത് ഈ സ്വിച്ചിൻ്റെ നടുവിലെ 2 പിന്നുകൾ മാത്രമാണ്. ഇനി ഞാനിതിലേക്ക് 12 വോൾട്ട് DC മോട്ടോർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സപ്ലൈ കണക്ട് ചെയ്യുന്നതിന് ഈ ഒരു ഫീമെയിൽ സോക്കറ്റ് ഈ സ്വിച്ചിലേക്ക് സോൾഡർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്. സാധാരണ വാഹനങ്ങളിലൊക്കെ ബാറ്ററി ഉപയോഗിച്ചിട്ട് ആകും പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അഡാപ്റ്ററിൽ നിന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫീമെയിൽ പോർട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഫീമെയിൽ പോർട്ടിൻ്റെ റെഡ് വയർ നമ്മൾ ക്രോസ് കണക്ഷൻ കൊടുത്തിട്ടുള്ള റെഡ് കണക്ഷനിലേക്കും ബ്ലാക്ക് വയർ നമ്മൾ ഈ സ്വിച്ചിൽ ക്രോസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് വയറിലേക്കും ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അത് പരസ്പരം മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഈ ഒരു സ്വിച്ച് മാറ്റുന്നതിനനുസരിച്ച് ഇതിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിലും ഫോർവേഡ് റിവേഴ്സ് മാറുന്നതാണ്. പോളാരിറ്റി മാറും. അപ്പോൾ അത് പോളാരിറ്റി നോക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ വയറുകളിലേക്ക് തന്നെയാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് ക്രോസ് കണക്ഷൻ കൊടുത്തതിൻ്റെ മുകൾ ഭാഗത്തോ അല്ലെങ്കിൽ താഴെയായിട്ടോ സോൾഡർ ചെയ്യാം. അത് എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലെ 2 പിന്നുകളാണ് ബാക്കിയുള്ളത്. അതിൽ നിന്ന് ഇതുപോലെ 2 വയർ പീസുകൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അത് നമുക്ക് മോട്ടോറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെയും നമ്മൾ പോളാരിറ്റി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ മോട്ടോറിലേക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വയറിൻ്റെ ഓരോ വയറുകൾ ഈ സ്വിച്ചിൻ്റെ നടുവിലുള്ള ഓരോ പിന്നുകളിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇപ്പോൾ നമ്മളിവിടെ 2 വയറുകളും സ്വിച്ചിൻ്റെ നടുവിലെ 2 പിന്നുകളിലേക്ക് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഡബിൾ വയറിൻ്റെ രണ്ടാമത്തെ എൻഡ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത് മോട്ടോറിലേക്കാണ്. ഇനി നമുക്ക് ഈ വയറിൻ്റെ മറുഭാഗം മോട്ടോറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് 775 നമ്പറിലുള്ള 12 വോൾട്ട് DC മോട്ടോറാണ്. അതിൻ്റെ ഓരോ കണക്ഷനുകളിലേക്കും ഈ വയറിൻ്റെ 2 എൻഡുകളും ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ കണക്ഷനുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് അഡാപ്റ്റർ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇത്തരം പ്രൊജക്റ്റുകൾക്ക് എത്ര വോൾട്ടിൻ്റെ മോട്ടോറാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള അഡാപ്റ്ററോ അല്ലെങ്കിൽ ബാറ്ററിയോ ആണ് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ 12 വോൾട്ടിൻ്റെ മോട്ടോറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സ്വിച്ചിൻ്റെ പൊസിഷൻ മാറ്റുന്നതിനനുസരിച്ച് ഇതിൻ്റെ തിരിയുന്ന ഡയറക്ഷനും മാറുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഈ സംവിധാനം ഇതുപോലെ നമുക്ക് എല്ലാത്തരം DC മോട്ടോറുകളിലും ഗിയർ മോട്ടോറുകളിലുമെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ റിമോട്ട് വഴി നിയന്ത്രിക്കുന്ന ടോയ് കാറുകളൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള KCD4 എന്ന ഈ ഒരു സ്വിച്ചിന് പകരം DPDT റിലേ ഉപയോഗിച്ചും ഇതേ കണക്ഷനുകൾ കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് ഒരു ടോയ് കാറിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഗിയർ മോട്ടോർ ഉപയോഗിച്ചിട്ടാണ്. അതും ഇതേപോലെ തന്നെ സ്വിച്ചിൻ്റെ നടുവിലെ കണക്ഷനുകളിൽ നിന്ന് നേരിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഈ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗിയർ മോട്ടോറും നമുക്ക് ഫോർവേഡും റിവേഴ്സും കറക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള DC മോട്ടോറുകളും ഗിയർ മോട്ടോറുകളും സ്വിച്ചുകളും അഡാപ്റ്ററുകളും എല്ലാം നിങ്ങൾക്ക് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്